ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരല്പം DIY ഹെയർ കെയർ ആവാം. ഹെയർ കെയർ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളത്തിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ഹെയർ ഗ്രോത്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ട്, കുറച്ച് സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇട്ട് എടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. ഇത് ഞാനിങ്ങനെ തലയിൽ കുറച്ച് ഓയിലിട്ട് മസാജ് ജസ്റ്റ് ഒന്ന് രണ്ട് ഡ്രോപ്സ് ഇട്ട് മസാജ് ചെയ്യുക, അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലോട്ട് ഒഴിച്ച് കൊടുത്തോ ചെയ്തതിന് ശേഷം തലയിലോട്ടിടാം. തലയിലോട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ മസാജ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്നത് കുളിക്കാൻ നേരത്ത് തലമുടിയിലോട്ട് ഒഴിച്ചിട്ടാണ് ഇത് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഇത് നമുക്ക് പുറത്തോട്ടൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്ത് കഴുകിക്കളയാം. ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഞാൻ യൂസ് ചെയ്യാറില്ല. ഇനിയിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ബേബി ഷാമ്പു ആണ്, കൊച്ചിൻ്റെ ഷാമ്പു, അത് മാത്രമാണ് ഞാൻ ഇടാറ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയാണ് പതിവ്. വെറുതെ ഒന്ന് കഴുകിക്കളയുക മാത്രമാണ് ചെയ്യാറുള്ളത്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പാക്ക് എടുക്കുന്നതിൻ്റെ പാക്കല്ല ഇത്. നമ്മൾ തലേ ദിവസം നമ്മൾ കഞ്ഞിവെള്ളം ആദ്യം ഞാൻ ഒരു സ്പൂണോളം ഉലുവ എടുത്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരു 4-5 കൊച്ചുള്ളി എടുത്ത് നന്നായിട്ട് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് ചതച്ചെടുക്കണം. ഒന്നുകിൽ അരിഞ്ഞിടണം. കുറച്ച് ചതച്ചെടുക്കുമ്പോഴേക്കും അതിൻ്റെ നീരൊക്കെ കുറച്ച് അതിലോട്ട് ആവാനുള്ള ഇത് അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില, നമ്മൾ വീട്ടിലുള്ള കറിവേപ്പില കിട്ടിയില്ല, അതുകൊണ്ട് ഇട്ടില്ല. അതുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ മുടിക്ക് ആവശ്യമായ കഞ്ഞിവെള്ളവും കൂടെ ഒഴിച്ച് വെച്ചതിന് ശേഷം ഇത് നമ്മളെടുത്ത് യൂസ് ചെയ്യാനുള്ളത് അടുത്ത ദിവസമാണ്. കഞ്ഞിവെള്ളം അടുത്ത ദിവസമാണ് യൂസ് ചെയ്യുന്നത്. പുളിച്ച കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ തലേ ദിവസം ഇതൊന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് കൊച്ചു പാത്രത്തിലോട്ടാക്കിയെന്നേ ഉള്ളൂ. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് വലിയ പാത്രത്തിൽ കാണിച്ചത്. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ഇതിനെ എടുത്തിട്ട് ഞാൻ കുറച്ചുകൂടെ അതിലെ സംഭവങ്ങളൊക്കെ അതിൻ്റെയൊക്കെ എഫക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമല്ലോ നമ്മുടെ ആ സവാളയും ഉലുവയെല്ലാം കൂടെ പേസ്റ്റ് ആക്കേണ്ട അത്രയ്ക്കുള്ളത് അതിനകത്തില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുന്ന രീതിയിലാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുമ്പോൾ അത് നമ്മുടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്കത് കിട്ടും. ഇതിന് നമ്മൾ നന്നായിട്ട് സ്കാൽപ്പിലൊന്ന് മസാജ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും പറ്റുന്നവർ വെക്കണം. എന്നിട്ട് വെറുതെ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. എനിക്ക് യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്ന പാക്കുകളാണ് ഞാൻ ഇതിൽ പറയാറുള്ളത്. എന്നാൽ പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.